സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ. സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനിറിയ സമ്മാനങ്ങൾ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ 7012945198. എടവണ്ണ പഞ്ചായത്ത് ഓഫീസിലേക്ക് CPM പ്രതിഷേധ മാർച്ച് നടത്തുന്നു. ജനങ്ങൾക്ക് ലഭിക്കേണ്ട 7 കോടി രൂപ ലാപ്സാക്കി എന്ന ആരോപണം ഉന്നയിച്ചാണ് മാർച്ച്. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്കാണ് മാർച്ച് ആരംഭിക്കുക. ജനങ്ങളുടെ നികുതി പണവും വികസന ഫണ്ടും വകമാറ്റിയും കൃത്യസമയത്ത് വിനിയോഗിക്കാതെയും ഇല്ലാതാക്കി എന്ന് CPM ഭാരവാഹികൾ പറഞ്ഞു. CPIM എടവണ്ണ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എടവണ്ണ ഗ്രാമപഞ്ചായത്തിലേക്ക് നാളെ രാവിലെ 10 മണിക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിക്കുകയാണ്. കേരളം ഭരിക്കുന്ന UDFന്റെ ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വിഹിതം വെട്ടിക്കുറച്ചതും അതുപോലെ തന്നെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിട്ടുള്ള വീടെന്ന് പറയുന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷം കൊണ്ടുവന്നിട്ടുള്ള ലൈഫ് മിഷൻ പദ്ധതി ഗവൺമെൻറ്റും എടവണ്ണ ഗ്രാമപഞ്ചായത്തും അട്ടിമറിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ PMAY പദ്ധതിക്ക് പോലും 1 രൂപ പോലും നീക്കി വെക്കാതെ ഈ എടവണ്ണയിലെ ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു പ്രവർത്തനത്തിലേക്കാണ് ഗ്രാമപഞ്ചായത്ത് മാറിയിട്ടുള്ളത്. ഇന്ന് ഗ്രാമപഞ്ചായത്തിനകത്ത് ഭരണസ്തംഭനമാണ് നിൽക്കുന്നത്. സാധാരണക്കാരായ ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്ത് നടപ്പിലാക്കിയിരുന്നു. ആ പദ്ധതി ഇന്ന് പേര് മാറ്റി VBG റാംജി എന്ന് ആക്കുമ്പോൾ പൂർണ്ണമായി പദ്ധതി ഇല്ലാതാകുന്ന ഒരു പ്രവർത്തനമാണ് കേരളത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ബഡ്ജറ്റിൽ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി 1 രൂപ പോലും ഈ സർക്കാർ ബഡ്ജറ്റിൻ്റെ ഭാഗമാക്കി മാറ്റിവെച്ചില്ല. എടവണ്ണ ഗ്രാമപഞ്ചായത്തിലാണ് ഈ ഭരണസമിതി വന്ന ശേഷം ഒരു തൊഴിലാളിക്ക് പോലും പണിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. പെൻഷൻ ലഭിക്കുന്നത് ഇല്ലാതാക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ തുടക്കം കുറിച്ചുള്ള ഒരു പദ്ധതിയുണ്ട്. നമുക്ക് ഇവിടെ പാചകവാത സിലിണ്ടറിന് നേരത്തെ നമുക്ക് സബ്സിഡി ലഭിച്ചിരുന്നു. ഇപ്പോൾ 3.5 വർഷക്കാലമായിട്ട് ഇത്തരത്തിലുള്ള ബാങ്കുകളിൽ നിക്ഷേപിക്കാമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് സബ്സിഡി 1 രൂപ പോലും നമുക്ക് ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ പെൻഷൻ നരേന്ദ്രമോദിയുടെ പാത പിന്തുടരാൻ വേണ്ടിയാണ് VD സതീശൻ സർക്കാർ ശ്രമിക്കുന്നത്. ഘട്ടം ഘട്ടമായി ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇല്ലാതാക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട UDF സർക്കാർ ലക്ഷ്യമിടുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പാർട്ടി പ്രാദേശിക നേതാക്കളും ജനപ്രതിനിധികളും മാർച്ചിൽ പങ്കെടുക്കുമെന്നും അഴിമതിക്കെതിരെയുള്ള സമരം ശക്തമായി തുടരുമെന്നും ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, എടവണ്ണ. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds.